അയോട്ടോപ്പിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിപ്പബ്ലിക് എന്ന ആശയത്തെക്കുറിച്ചാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് റിപ്പബ്ലിക്? ഒരു രാജ്യം എപ്പോഴാണ് റിപ്പബ്ലിക് ആകുന്നത്? അതായത് പൊതുകാര്യം അല്ലെങ്കിൽ പബ്ലിക് അഫയേഴ്സ് എന്ന അർത്ഥം വരുന്ന റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഒരു രാജ്യം എപ്പോഴാണ് റിപ്പബ്ലിക് ആകുക? ആ രാജ്യത്തിൻ്റെ തലവൻ നേരിട്ടുള്ളതോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെടുകയാണ് എങ്കിൽ ആ രാജ്യം റിപ്പബ്ലിക് ആകും എന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, കറക്റ്റാണ്. എന്നാൽ റിപ്പബ്ലിക് എന്ന ആശയം സമ്പൂർണ്ണമാകണമെങ്കിൽ അതിനൊപ്പം രണ്ട് ഘടകങ്ങളുടെ കൂടിച്ചേരേണ്ടതുണ്ട്. ഒന്ന്, ആ രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം. രണ്ട്, ആ രാജ്യത്ത് ഒരു തരത്തിലുമുള്ള പ്രിവിലേജ്ഡ് ക്ലാസ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വിശേഷണാധികാരം ഉണ്ടാകുന്ന വിഭാഗക്കാർ ഉണ്ടാകാൻ പാടില്ല. അതുവഴി പബ്ലിക് ഓഫീസ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെടണം. ഈ മൂന്ന് ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ, അതായത് ജനങ്ങളിലായിരിക്കണം രാജ്യത്തിൻ്റെ പരമാധികാരം, അവിടെ വിവേചന അധികാരമുള്ള ഒരു വിഭാഗക്കാരും ഉണ്ടാകാൻ പാടില്ല, രാജ്യത്തലവൻ തിരഞ്ഞെടുക്കപ്പെടണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തുചേരുമ്പോൾ ഒരു രാജ്യം റിപ്പബ്ലിക് ആവുന്നു. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക്കാണ് സാൻ മറീനോ. ഏറ്റവും പുതിയ റിപ്പബ്ലിക് രാജ്യമാണ് ബാർബഡോസ്. ഏറ്റവും ചെറുതാണ് നൗറു എന്ന ഒരു ആഫ്രിക്കൻ ദ്വീപ്. ഇതുപോലൊരാശയമായി ഇനിയും കാണാം. നൗ സൈനിങ് ഔട്ട്, കിവിൻ സുധാകരൻ, അയോട്ടോപ്യ.